മച്ചന്മാരെ അപ്പോൾ നമ്മൾ അടുത്ത ബെയ്റ്റ് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളപ്പോൾ ആ സ്പോൾ ഇട്ട് കൊടുക്കുകയാണ്. സമയം ഒട്ടും പാഴാക്കുന്നില്ല. മീനുകൾ ശരിക്കും വന്ന് കൂടിയിട്ടുണ്ട്. അമ്മമാർ അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് നമ്മൾ ബെയ്റ്റ് സെറ്റാക്കിയിട്ടുണ്ട്. പോൾ റോഡ് ഉപയോഗിച്ചാണ് നമ്മൾ മീൻപിടുത്തം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് കരിമീൻ പിടിക്കാൻ വേണ്ടിയാണ് ഈ പോൾ റോഡുകൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയത്. പക്ഷേ കരിമീൻ പിടിച്ച് ഇപ്പോൾ സകല ആംഗ്ലേഴ്സും കഴിച്ചുകൊണ്ടിടാനായിട്ട് ഈ പോൾ റോഡുകൾ കൊത്തുന്നുണ്ട്. നമ്മുടെ ഫ്ലോട്ടിൽ കൊത്തു വന്നിട്ടുണ്ട്. ശരിക്കും നമ്മുടെ ഫ്ലോട്ട് നിരീക്ഷിച്ച് അറിയാൻ പറ്റുന്നുണ്ട്. വലിയ മീനാണെങ്കിൽ അടിച്ച് ഒറ്റ ഓട്ടമായിരിക്കും. ഫ്ലോട്ട് കാണുമ്പോൾ തന്നെ നല്ല ഹുക്കപ്പ് കൊടുക്കണം. എന്നാൽ മാത്രമേ അവനെ നമുക്ക് ചൂണ്ടയിൽ കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു മുട്ട കരിമീനെ ഞാൻ കണ്ടിരുന്നു നമ്മുടെ ബെയ്റ്റിൻ്റെ തൊട്ട് സമീപത്തായിട്ട്. അവനൊക്കെയാണ് കയറി അടിക്കുന്നതെങ്കിൽ ആ ഒരൊറ്റ മീൻ മതി ഫ്രൈ ചെയ്ത് അടിക്കാനായിട്ട്. അപ്പം നമ്മൾ ഓരോ സെക്കൻഡും ഫ്ലോട്ടിൻ്റെ ഓരോ ചലനവും നിരീക്ഷിച്ചാണ് നിൽക്കുന്നത്. വെള്ളം നല്ല സെറ്റാണെന്ന് നമ്മൾ വലിയൊരു കൈയുള്ള ഒരു ഭാഗത്താണ് ചൂണ്ടിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാണാനായിട്ട് പറ്റും. ചെറിയ മീനുകൾ മാത്രമല്ല വലിയ മീനുകളൊക്കെ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് കരിമീൻ, കുറുവ, അതുപോലെ തന്നെ സിലോപ്പി പോലുള്ള മീനുകളാണ്. ഈ വളർത്ത് സിലോപ്പിയൊക്കെ ഇഷ്ടം പോലെ ഈ ഭാഗത്തേക്ക് വന്ന് കയറിയിട്ടുണ്ട്. ആ പ്രളയം ഉണ്ടായ സമയത്തൊക്കെ ഫാമിൽ നിന്നൊക്കെ ചാടി നൈസായിട്ട് ഇവിടെ വന്ന് പെറ്റ് പെരുകിയിരിക്കുകയാണ് ഇത്തരം മീനുകളെല്ലാം. അപ്പോൾ നമ്മൾ ഹുക്കപ്പ് കൊടുക്കാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. ഏത് സമയത്ത് വേണമെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് തീപാറ ഹുക്കപ്പ് ഉണ്ടാവും. ശരിക്കും മീൻ കൊത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സെക്കൻഡ് പോലും വെയിറ്റ് ചെയ്യാതെ ഹുക്കപ്പ് കൊടുക്കാൻ. ഫ്ലോട്ടിൽ ശരിക്കും അനക്കമുണ്ട്. അതായത് നമ്മുടെ ബെയ്റ്റ് പൂർണ്ണമായിട്ടും പോയിട്ടില്ല, ഹുക്കിൽ നിന്ന് പോയിട്ടില്ല. അവൻ കൊത്തി നിൽക്കുകയെന്നാണ്. അപ്പോൾ നമുക്ക് ഒരു തീപാറ സ്ട്രൈക്ക് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ മീനിൻ്റെ ഓരോ നിമിഷം ചലനവും നമുക്ക് ഫ്ലോട്ടിൽ അറിയാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് നോക്കി നിൽക്കുകയാണ്. ചെറിയ മീനുകൾ മുകളിൽ ശരിക്കും പാളിപ്പാളി നടക്കുന്നുണ്ട്. ഈ ചെറിയ മീനുകൾ മുകളിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വലിയ മീനുകൾ താഴെ ഉണ്ടാവും. ഇടയ്ക്ക് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പൊക്കി നോക്കാം. ഈ ബെയ്റ്റ് പോയിട്ടില്ല, പൂർണ്ണമായിട്ടും പോയിട്ടില്ല. നമ്മൾ മീൻ കുത്താനുള്ള വെയിറ്റിങ്ങിലാണ്. ഏത് സമയത്ത് വേണമെങ്കിലും നല്ലൊരു മീൻ വന്ന് നമ്മുടെ ചൂണ്ടയിൽ പിടിക്കാം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി കാത്തിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ബെയ്റ്റ് കൊത്തുന്നുണ്ട്. അടുത്ത ബെയ്റ്റ് കോർക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ബാലൻസുള്ള ബെയ്റ്റ് കൊത്താൻ ആളെത്തിക്കഴിഞ്ഞു. നല്ലൊരു ലക്ഷണമാണ്. ഉറപ്പായിട്ട് നമുക്ക് ഒരു ചിമിട്ട മീൻ അധികം താമസിക്കാതെ തന്നെ ഇവിടുന്ന് കയറുന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ നമുക്ക് അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നമ്മൾ. ഈ ഫ്ലോട്ട് ഇട്ടില്ലെങ്കിൽ പണിയാണ്. ഫ്ലോട്ട് ഇട്ടില്ലെങ്കിൽ നമുക്ക് മീൻ കൊത്തുന്നത് കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റില്ല. നമ്മൾ ശരിക്കും സൂക്ഷ്മമായിട്ട് തന്നെ ലൈനിലേക്ക് നോക്കിയിരിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഫ്ലോട്ട് അടിച്ച് താത്തിയിട്ടേ കാര്യമുള്ളൂ. ഫ്ലോട്ട് അടിച്ച് താത്തിയിട്ട് വേണം നമുക്ക് ഹുക്കപ്പ് കൊടുക്കാനായിട്ട്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നമ്മൾ. ചില സമയങ്ങളിൽ നമ്മൾ ഇട്ട വഴി തന്നെ മീനടിച്ച് താത്തിക്കൊണ്ട് പോകും. ചില സമയങ്ങളിൽ ഇച്ചിരി ടൈം എടുക്കും. ഏതായാലും നോക്കാം നമുക്ക്.